ഹായ്, എൻ്റെ പേര് കൃഷ്ണപ്രസാദ്. ഞാൻ നിങ്ങളുടെ ടാക്സേഷൻ ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന CA ഇൻ്റർമീഡിയറ്റിൻ്റെ ജാൻ 2026 വരുന്ന അമെൻമെൻറ്റ്സാണ്. ഇവിടെ ഫോർച്ചുനേറ്റ്ലി നമുക്ക് ഒരു കാര്യം നമ്മളെ ബെനിഫിറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അധികം അമെൻമെൻറ്റ്സ് ജാൻ 2026 ഇല്ല എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷനും ക്ലാരിഫിക്കേഷനും മാത്രമേ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചതിൽ തന്നെ ജസ്റ്റ് ചെറിയൊരു അപ്ഡേറ്റ് ആയിട്ട് മാത്രമേ അമെൻമെൻറ്റ്സ് ഇത്തവണ വരുന്നുള്ളൂ. യൂഷ്വലി വരുന്ന പോലെ ഒരുപാട് അമെൻമെൻറ്റ്സ് നമുക്ക് ഇത്തവണ നോക്കാനില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് മാസം വരെയുള്ള അമെൻമെൻറ്റ്സ് ആണ് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്, അതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ജാൻ 2026 അറ്റംപ്റ്റ് ആണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ട് വരുന്ന അമെൻമെൻറ്റ്സ് ജൂൺ 30 വരെയുള്ള അമെൻമെൻറ്റ്സ് ആണ്. ഓക്കെ, ജൂൺ 30, 2025 വരെയുള്ള അമെൻമെൻറ്റ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേപ്പർ 3 ടാക്സേഷൻ സെക്ഷൻ A ഇൻകം ടാക്സ് ലോ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ് ഫോർ ജാൻ 2026 എക്സാമിനേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു 30th ജൂൺ 2025 വരെയുള്ള അമെൻമെൻറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ക്യാപിറ്റൽ ഗെയിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് 54 എക്സംഷൻസ്. നമ്മൾ 54, 54B, 54F, EC അങ്ങനെ ഒരുപാട് സെക്ഷൻസ് പഠിച്ചിട്ടുണ്ടാവും. അതിൽ 54 EC അല്ലേ, പേര് പറഞ്ഞ പോലെ തന്നെ ഈസി ആയിട്ടുള്ളൊരു സെക്ഷനാണ്. കാരണം നമുക്ക് കിട്ടുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സംഷൻ കിട്ടും എന്നാണ് 54 ECയിൽ പറയുന്നത്. അപ്പോൾ 54 ECയിൽ പറയുന്ന ആ ബോണ്ടുകളിലേക്ക് ഒരു അഡീഷനും കൂടി വന്നിട്ടുണ്ട്. അത് മാത്രമേ അവിടുത്തെ അമെൻമെൻ്റ് ഉള്ളൂ. ഓക്കെ, ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ ഹഡ്കോ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടിലും കൂടി ഇനി തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോഴും നിങ്ങൾക്ക് 54 EC എക്സംഷന് എലിജിബിൾ ആണ്. ഓക്കെ, PFCL, RECL അല്ലെ, IRFC അങ്ങനെയുള്ള ബോണ്ടുകളുടെ കൂടെ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം, ഹഡ്കോ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താലും അവിടെ നിങ്ങൾക്ക് എക്സംഷന് എലിജിബിലിറ്റി ഉണ്ട്. രണ്ടാമത് പറയുന്നത് നോട്ടിഫൈഡ് ഡേറ്റ് ഫോർ ഇൻറ്റിമേഷൻ ഓഫ് ആധാർ നമ്പർ ബൈ പേഴ്സൺ ഹു ഹാസ് ബീൻ അലോട്ടഡ് പാൻ ബിഫോർ 1/10/2024 ഓൺ ദ ബേസിസ് ഓഫ് ആധാർ എൻറോൾമെൻറ്റ് ID. യൂഷ്വലി നമ്മൾ പാനിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആധാർ നമ്പർ കോട്ട് ചെയ്യണം എന്നാണ് നിയമത്തിൽ പറയുന്നത്. ഓക്കെ, അതുപോലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആധാർ നമ്പർ കോട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് ആധാർ എൻറോൾമെൻറ്റ് ID വെച്ചിട്ടും എന്ത് ചെയ്യാം, ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അമെൻമെൻറ്റ് വന്നത് ഇനി മുതൽ എന്ത് അലോ ചെയ്യില്ല, ആധാർ എൻറോൾമെൻറ്റ് ID വെച്ചിട്ടുള്ള പ്രോസസ്സ് ഇനി മുതൽ സമ്മതിക്കില്ല എന്നാണ് പുതിയ അമെൻമെൻറ്റ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെക്ഷൻ 54 EC provides an exemption in respect of capital gains arising from transfer of long-term capital asset being land or building or both on investing such capital gain in a long-term specified asset within 6 from the date of transfer. നമ്മൾ എപ്പോഴാണോ ആ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവിടുന്ന് 6 മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. Long-term specified asset means specified bonds redeemable after 5 years issued on or after 1/4/2018 by the National Highway Authority of India NHAI bond or the Rural Electrification Corporation Limited RECL bond or any other bond notified by the central government in this behalf. Bonds of Power Finance Corporation and Indian Railways Finance Corporation has also notified for this പർപ്പസ്. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന ഏത് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും, 54 EC എക്സംഷൻ കിട്ടും. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് അക്കോർഡിംഗ്ലി ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് വൈഡ് ദിസ് നോട്ടിഫിക്കേഷൻ നോട്ടിഫൈഡ് ബോണ്ട്സ് ഇഷ്യൂഡ് ഓൺ ഓർ ആഫ്റ്റർ 1/4/2025 ബൈ ദ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഡേറ്റാണ് 1/4/2025. ഓക്കെ, അതിനുശേഷം ഇഷ്യൂ ചെയ്ത ബോണ്ടാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, എക്സംഷൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് ആ ഡേറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1/4/2025 ശേഷം ഹഡ്കോ ഇഷ്യൂ ചെയ്ത ബോണ്ടാണെങ്കിൽ മാത്രമേ നമുക്ക് 54 EC എക്സംഷനിൽ കിട്ടുള്ളൂ. അതല്ല, അതിന് മുന്നേ ആണ് അല്ലേ. അപ്പോൾ ഈ എക്സംഷൻ ഈ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് എന്നറിയുന്നതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ICAI ആ ഡേറ്റ് കുറച്ച് മുന്നോട്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് തെറ്റിക്കരുത്. 1/4/2025 എന്ന ഡേറ്റിന് ശേഷം ഇഷ്യൂ ചെയ്ത ഹഡ്കോ ബോണ്ട് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, എക്സംഷൻ എലിജിബിലിറ്റി കിട്ടുള്ളൂ.
the maximum investment which can be made in notified bonds out of capital gain arising from transfer of one or more assets during the previous year in which original asset is transferred and in the subsequent financial year cannot exceed 50 lakh. ആ ലിമിറ്റിലും ചേഞ്ച് ഇല്ല, 50 ലക്ഷം ഓൾറെഡി ഉള്ള ലിമിറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആകെ വന്നിട്ടുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത് ഹഡ്കോ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകൾക്കും ഇനി മുതൽ എന്ത് കിട്ടും, 54 ഈസി എക്സംഷൻ എലിജിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബുക്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഒക്ടോബർ എഡിഷൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ചെറിയൊരു അപ്ഡേഷൻ മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. 54 ഈസിയിൽ ഹഡ്കോ ബോണ്ട് എന്നും കൂടി എഴുതി ചേർക്കുക, വേറൊരു വ്യത്യാസമില്ല. ഡേറ്റ് വീണ്ടും ശ്രദ്ധിക്കണം, 1/4/2025 ശേഷം ഇഷ്യൂ ചെയ്ത ബോണ്ടാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സംഷൻ എലിജിബിലിറ്റി ഉള്ളൂ. അടുത്ത് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആധാർ എൻറോൾമെൻറ്റ് ID വെച്ചിട്ടുള്ള പരിപാടികൾ നിർത്തലാക്കി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 139AA പറയുന്നുണ്ട്, ആർക്കൊക്കെയാണോ ആധാർ നമ്പർ എടുക്കാൻ എലിജിബിലിറ്റി ഉള്ളത് അവരെല്ലാവരും ആധാർ എടുത്തിരിക്കണം. ആ ആധാർ നമ്പർ എന്ത് ചെയ്തിട്ടുണ്ടാവണം, കോട്ട് ചെയ്തിട്ടുണ്ടാവണം. എവിടെയൊക്കെ കോട്ട് ചെയ്യണം? ആദ്യത്തെ കേസ്, ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ഫോർ അലോട്ട്മെൻറ്റ് ഓഫ് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ. നിങ്ങൾ പാൻ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങളുടെ ആധാർ നമ്പറും എന്ത് ചെയ്തിട്ടുണ്ടാവണം, മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇൻ ദ റിട്ടേൺ ഓഫ് ഇൻകം, നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യില്ല, അങ്ങനെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ ആധാർ നമ്പർ എന്ത് ചെയ്തിട്ടുണ്ടാവണം, മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. If a person does not have Aadhaar number, he is required to quote enrollment ID of Aadhaar application form issued to him at the time of enrollment in the application form for allotment of permanent account number or in the return of income furnished by him. അതായത് നിങ്ങൾക്ക് ആധാർ എടുക്കാൻ എലിജിബിൾ ആണ്, പക്ഷേ നിങ്ങൾ എടുത്തിട്ടില്ല. ഓക്കെ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആധാർ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആധാർ ഉണ്ടെങ്കിൽ മാത്രമേ ആധാർ നമ്പർ നിങ്ങൾക്ക് അറിയുള്ളൂ. പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്തു, നിങ്ങൾ അതിന് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യേഷൻ ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ പാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആധാർ നമ്പർ കയ്യിൽ കിട്ടിയിട്ടില്ല. ഓക്കെ, നിങ്ങൾ ആധാർ അപ്ലൈ ചെയ്തു, പക്ഷെ എന്താണ്, ആധാർ കാർഡായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ കംപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ ആധാർ നമ്പർ കിട്ടാത്തതുകൊണ്ട് എന്ത് ചെയ്യും? അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്ന ഒരു ഓപ്ഷനാണ്, നമ്മളങ്ങനെ ആധാർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, ആധാർ എൻറോൾമെൻറ്റ് ID കിട്ടും അറ്റ് ദ ടൈം ഓഫ് അപ്ലിക്കേഷൻ. ആ ആധാർ എൻറോൾമെൻറ്റ് ID നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിസ്ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ അവർക്ക് അത് വെച്ചിട്ട് മാപ്പ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇത്രയും കാലം അങ്ങനെയായിരുന്നു ആൾക്കാർ ചെയ്തിരുന്നത്. എയ്തർ പാൻ അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആധാർ നമ്പർ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആധാർ എൻറോൾമെൻറ്റ് ID എങ്കിലും അവിടെ ഡിസ്ക്ലോസ് ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത്, ഹവർ വിത്ത് എഫക്ട് ഫ്രം 1 October 2024, 1 October 2024 ശേഷം അല്ലെങ്കിൽ അന്ന് തൊട്ട് ദ ഓപ്ഷൻ ഓഫ് കോട്ടിംഗ് എൻറോൾമെൻറ്റ് ID ഓഫ് ആധാർ ആപ്ലിക്കേഷൻ ഫോർ അലോട്ട്മെൻറ്റ് ഓഫ് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ ഓർ ഇൻ ദ റിട്ടേൺ ഓഫ് ഇൻകം ഫർണിഷ്ഡ് ഈസ് ഡിസ്കണ്ടിന്യൂഡ്. അതായത് ഇനി മുതൽ ആ പരിപാടി നടക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, 1 October 2024 ശേഷം നിങ്ങൾക്ക് ആധാർ എൻറോൾമെൻറ്റ് ID വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല. എവറി പേഴ്സൺ who has been allotted permanent account number as on 1st July 2017 and who is eligible to obtain Aadhaar number has to intimate his Aadhaar number to prescribed authority. അതായത് ഇത്രയും കാലം നമ്മൾ എൻറോൾമെൻറ്റ് ID വെച്ചിട്ടാണ് ചെയ്തത് അല്ലേ, ആധാർ നമ്പർ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എൻറോൾമെൻറ്റ് ID ആണ് ഡിസ്ക്ലോസ് ചെയ്തിരുന്നത്. അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്ത് വെച്ചവരെല്ലാം അവരുടെ ആധാർ നമ്പർ അല്ലേ, 2017 കാര്യം പറയും. അപ്പോൾ അത് തൊട്ട് ഇതുവരെ ഉള്ള ആൾക്കാർ അവരുടെ ആധാർ നമ്പർ എന്ത് ചെയ്തിട്ടുണ്ടാവണം, പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി അതായത് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിട്ടുണ്ടാവണം, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അക്കോർഡിംഗ്ലി the central government has via this notification notified that every person who has been allotted permanent account number on the basis of enrollment ID of Aadhaar application form filed before 1st October 2024 has to intimate his Aadhaar number to the prescribed authority in the prescribed manner on or before 31st December 2025 or such date as may be specified by the CBDT. ഈ ഡേറ്റും ശ്രദ്ധിക്കണം, കാരണം നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ സ്പെസിഫൈഡ് ഡേറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവർ ആ ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഈ നോട്ടിഫിക്കേഷനിൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയാണ് 31st December 2025 അതിനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇപ്പോൾ എല്ലാ സബ്ജക്ട്സിലും MCQ ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ട് അല്ലേ, നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് വരാവുന്നൊരു ഭാഗമാണ്. ഡേറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ആധാർ നമ്പർ ഡിസ്ക്ലോസ് ചെയ്യാനുള്ള അപ്ഡേറ്റ് ചെയ്യാനുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് 31st December 2025 ആണ്. ഓക്കെ, അങ്ങനെ 2 നോട്ടിഫിക്കേഷനാണ് ഇത്തവണ നമുക്ക് പുതിയതായിട്ട് പഠിക്കാനായിട്ടുള്ളൂ. ഒന്ന് 54 ഈസിയിൽ വരുന്ന സ്പെസിഫൈഡ് ബോണ്ടിൽ ഹഡ്കോ ബോണ്ടും കൂടി ആഡ് ചെയ്യുക. രണ്ടാമത് വരുന്നത് ഈ ആധാർ നമ്പർ, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31st December 2025.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് Jan 2026 എക്സാമിനേഷന് വേണ്ടി അമെൻമെൻറ്റ് ഭാഗത്ത് നോക്കാനുള്ളൂ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ.